ഞാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കണ്ടേ, നമ്മൾ ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയാണ് വിറ്റിരിക്കുന്നത്, ആർക്കാണ് വിറ്റിരിക്കുന്നതെന്ന് അറിയാവുന്നവരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ പറഞ്ഞു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. ഇത് ഏത് കോടീശ്വരനാണ് ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം വിറ്റിരിക്കുന്നതെന്ന് അന്ന് പറയണമെന്ന് പറയണ്ടേ? അറിയാവുന്നവരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനും നമ്മുടെ പത്മകുമാറിനും അവർക്കെല്ലാം അല്ലേ അറിയാവുന്നത്. ഇപ്പൊ വന്നല്ലോ, പ്രതികളായല്ലോ. അപ്പൊ അദ്ദേഹം എനിക്കെതിരായിട്ട് കേസ് കൊടുത്തു. ഏത് ഒരു നോട്ടീസ് അത് ഞാൻ നേരിട്ടോളാം. ഞാനൊരു വക്കീലാണ്, ഞാൻ നേരിട്ടോളാം, അത് കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, പണ്ട് സ്വപ്ന സുരേഷ് അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം ഞാൻ പറയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഞാൻ പറയില്ല. ആകെ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഞാൻ പറയില്ല. ആരോപണം എന്താണെന്ന് അറിയില്ല. അപ്പൊ എല്ലാവരും ചോദിച്ചു, സിദ്ദിഖാണെന്ന് ചോദിച്ചു, നിങ്ങൾ അവർക്കെതിരായി ഡിഫമേഷന് കേസെടുക്കുമെന്ന് ചോദിച്ചു. ഒരിക്കലും ചെയ്യില്ല. ഒരു പാവം സ്ത്രീ അവരിങ്ങനെയൊക്കെ പറഞ്ഞു ഓർത്ത് ഞാൻ അവർക്കെതിരായിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പാവമല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എനിക്കെതിരെ ഡിഫമേഷൻ കൊടുത്തത്. സ്വപ്ന സുരേഷ് പാവമായതുകൊണ്ട് സ്വപ്ന സുരേഷിനെതിരെ കടകംപള്ളി സുരേന്ദ്രന് ഡിഫമേഷൻ നോട്ടീസ് ഇല്ല, എനിക്കെതിരെ ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ഡിഫമേഷൻ നോട്ടീസിൽ ഒറ്റ കാര്യം തെളിയിച്ചാൽ മതി. കോടതിയിൽ ഞാൻ പണ്ട് കേസ് നടത്തിയിട്ടുള്ളപ്പോഴോ വക്കീലായിരുന്നപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാൽ മതി. ഞാനിത് കോടതിയിലേക്കൊക്കെ വരുമ്പോഴേക്കും ഇത് സത്യമാണെന്ന് തെളിഞ്ഞോളൂ.